പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധി ലോക്സഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി ഹോർമുസ് വഴിയുള്ള ഇന്ധന നീക്കത്തിന് പ്രതിസന്ധി നേരിടുന്നു. മുൻപ് നേരിടാത്ത അത്രയും വലിയ വെല്ലുവിളി രാജ്യം നേരിടുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലും കൃഷിയിലും പ്രത്യാഘാതമുണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യത്തലവന്മാരുമായി സംസാരിച്ചെന്നും പ്രധാനമന്ത്രി പറയുന്നു. പ്രതികരണത്തിൽ हमारी सरकार का ये प्रयास रहा है कि पेट्रोल, डीजल और गैस की सप्लाई बहुत ज्यादा प्रभावित न हो, देश के सामान्य परिवारों को परेशानी भी कम से कम हो, इस पर हमारा फोकस रहा है. हम सभी जानते हैं देश अपनी जरूरत की 60% एलपीजी आयात करता है. इसकी सप्लाई में अनिश्चितता के कारण सरकार ने एलपीजी के डोमेस्टिक उपयोग को प्राथमिकता दी है. ബൽറാം നെടുങ്ങാടി ഡൽഹി വിവരങ്ങളുമായി ചെയ്യുന്നു. ബൽറാം, നമ്മൾ കാത്തിരുന്ന പ്രസ്താവനയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? കരുതൽ ശേഖരമൊക്കെ ഉണ്ടോ? ഊർജ്ജ പ്രതിസന്ധിക്ക് വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് പ്രധാനമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ? സുഹൈൽ ദിൽന, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് സമിതി യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ സംഘർഷം, അത് ഇന്ത്യയിലുണ്ടാക്കിയിരിക്കുന്ന ആഘാതം, തുടർ നടപടികൾ എന്നിവ സംബന്ധിച്ചുള്ള ഒരു വിശദമായ പ്രസ്താവന ലോക്സഭയിൽ നടത്തിയിരിക്കുന്നത്. ഈ സംഘർഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു സംഘർഷമാണ്. ഒപ്പം തന്നെ രാജ്യത്ത് മുൻപ് ഒരിക്കലും നേരിടാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് രാജ്യവും ലോകവും കടന്നു പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളിൽ ഏറിയ പങ്കും ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലെ രാജ്യങ്ങളെയാണ്. ഈ മേഖലയിലെ സംഘർഷം ത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ രാഷ്ട്രത്തലവന്മാരുമായി 2 തവണ താൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ അത് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതുകൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ഇന്ത്യൻ എംബസികളും ഇന്ത്യക്കാർക്ക് സഹായമൊരുക്കുന്നു. 3,75,000-ഓളം ഇന്ത്യക്കാർ ഇതിനകം തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഊർജ്ജ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഹോർമുസ് കടലിടുക്കിലുണ്ടായ പ്രതിസന്ധി തന്നെയാണ്. ഊർജ്ജ നീക്കം പ്രധാനമായും ലോകത്ത് വലിയൊരളവ് ഊർജ്ജ നീക്കം നടക്കുന്നത് ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇന്ത്യയിലേക്ക് പ്രതിസന്ധി ആരംഭിച്ച ശേഷം ചില കപ്പലുകൾ മടങ്ങിയെത്തി എങ്കിലും വലിയൊരളവ് കപ്പലുകൾക്കും ഇതുവരെയും ഈ കടലിടുക്കിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നു. രാജ്യത്ത് നിലവിൽ 53 ലക്ഷം മെട്രിക് ടൺ കരുതൽ ഇന്ധനം നിലവിലുണ്ട്. എങ്കിൽ പോലും ഈ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. വാണിജ്യ LPGക്ക് അപ്പുറത്തേക്ക് ഗാർഹിക LPGക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിനാണ് മുൻഗണന നൽകുന്നത്. അതിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സംഘർഷത്തിന്റെ ആഘാതം സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഒപ്പം തന്നെയാണ് വൈദ്യുതിയുടെ കാര്യവും. വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യമായ കൽക്കരി നിലവിൽ രാജ്യത്ത് സ്റ്റോക്കുണ്ട് എല്ലാ പ്ലാന്റുകളിലും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ രാസവളവും രാജ്യത്തേക്ക് എത്തുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഖാരിഫ് വിളയെ ഇത് ബാധിക്കാത്ത തരത്തിലുള്ള സ്റ്റോക്ക് യൂറിയയുടെ കാര്യത്തിൽ രാജ്യത്തിലുണ്ട്. ആഭ്യന്തര ഉൽപാദനവും യൂറിയയുടെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കർഷകർക്കൊപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ സംഘർഷം നയതന്ത്രത്തിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നുള്ളതാണ് രാജ്യത്തിന്റെ നിലപാട് എന്നും ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തെ പ്രധാനമന്ത്രി അപലപിച്ചിട്ടുണ്ട്. കോവിഡിന് സമാനമായ ഒരു പ്രതിസന്ധിയെ രാജ്യം നേരിടുകയാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യം ഒരുമിച്ച് നിൽക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.